ഓമനക്കുട്ടാ എങ്ങനെയുണ്ട് ബോർഡ്? അടിപൊളിയല്ലേ? ആദ്യം ബോർഡ് നേരെ വൈ, എന്നിട്ട് പറയാം അടിയാണോ പൊളിയാണോ എന്ന്. നിനക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? പിടിക്കാം. ഇപ്പോഴോ? നീ ഇനി പിടിക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോർഡ് കണ്ടാൽ അറിയാം നാടകം കലക്കും. കുറുപ്പേട്ടോ, അവിടെ അടുത്ത നാടകമായി ബോർഡ് വെച്ചു ബാങ്കിന്റെ മുമ്പിൽ. ഡിസൈൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്റെ പടം വന്നപ്പോ ഒരു ലുക്കുണ്ട്. എന്റെ പടം കൂടി ഇവിടെ വച്ചിരുന്നെങ്കിൽ നിന്റെ ഗ്ലാമർ പോയെന്നെ. അതുകൊണ്ടാ ഒരു നടിയുടെ പടം വരച്ച് ചേർത്തത്. അതെന്തായാലും നന്നായി. ഇപ്പൊ ഒരു വൃത്തിയുണ്ട്. നിന്റെ പടം വന്നിരുന്നെങ്കിൽ ഈ കല്യാണ ചെറുക്കന്റെ പുറത്ത് കാക്ക തൂറിയ പോലെ ഇരുന്നേ. ഇതുപോലെ സ്വപ്നം വേണ്ട. തലനിറച്ച സ്വപ്നോ? തലനിറച്ച പിന്നെ എങ്ങനെയാ കുറുപ്പിയേട്ടാ സ്വപ്നം കാണുന്നേ? കണ്ണ് തലയിലല്ലയോ ഇരിക്കുന്നേ? അല്ലെങ്കിലും തലതെറിച്ചവന്മാർക്ക് എവിടുന്നാ സ്വപ്നം? പപ്പാ, എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. നീ ചൊറിയണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. വന്നേ. ആണിക്കുറുപ്പിന്റെ ആണി ഇന്ന് ഇളക്കണം. പൊന്നപ്പൻ ചേട്ടോ, ആണി ഉണ്ടാവോ ഒരെണ്ണം എടുക്കാൻ? ബാർബർ ഷാപ്പിന്റെ അവിടുന്ന് ആണി. പിന്നെ ബ്ലേഡ് മതിയെങ്കിലേ ഈ ഷേവ് കഴിഞ്ഞിട്ട് തരാം. ഈ ബ്ലേഡ് ഒക്കെ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്കാർക്ക് കൊടുത്താൽ മതി. വടിച്ചതാവുമ്പോ മൂർച്ച കൂടും. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ആണിയാണ്. ആ ബോർഡ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആണി. പൊന്നുംപൊടി, ഇവിടെ കാണും ഒരാണി. അവിടെ ഒരു കമ്മലിന്റെ ആണി പോലും ഇല്ല. ആണിന്റെ മക്കള് എന്റെ കാലിന് ആണിയാണെങ്കിൽ നിന്റെയൊക്കെ ആസനത്തിലാണ് കിളുക്കും. അതെ മുതലാളി, ആ ആണിക്കടക്കാരൻ മാത്രം ഇതുവരെ പലിശപ്പണം തന്നിട്ടില്ല. ആ പട്ടി തന്നില്ല കിട്ടിയില്ല എന്ന് പറയാനാണോ ഞാൻ നിന്നെ ഇവിടെ കാശ് എന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നത്? നീ ഉമ്മാരുടെ കൂടെ കൂടിക്കോ. സ്വന്തവും ബന്ധവും ഒക്കെ അങ്ങ് വീട്ടില് തിന്നുന്ന ചോറിനോട് കൂറ് വേണം. എടാ, സോഷ്യലിസ്റ്റ് കുമാരന്റെ മകനാണെന്നും ഞാൻ വിചാരിക്കില്ല. പിടിച്ചെടുത്ത് ചവിട്ടിക്കൂട്ടി നിലത്തിൽ ജനിച്ചു കളയോ. കുന്തം. മുതലാളിയുടെ വിഷമം മനസ്സിലായല്ലോ. മേലാൽ ഈ നാട്ടിൽ ആരും ആണി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ട് മുതലാളിയുടെ കാലിൽ കുന്തരോഗം.